ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗ് വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് പണിത് കൊടുത്തിട്ടുള്ള ടൗൺഷിപ്പിൻ്റെ വീഡിയോ, ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഫൈനലി കുറച്ച് വൈകിട്ടാണ് നമ്മൾ എത്തിയിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, 2 പ്രൊജക്റ്റുകളും ഏറ്റവും വൃത്തിക്ക് സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന ഒരു വീട്, നല്ല കാമാൻ പോയിട്ടായിട്ട് ചെയ്യാവുന്ന തട്ടിക്കൂട്ട് പരിപാടികളൊന്നും ഇല്ല. പെർഫെക്റ്റ് വർക്കുകളാണ് കേട്ടോ. IUMLന്റെ ഇവിടുത്തെ ഈ ടൗൺഷിപ്പിലേക്കും നമ്മുടെ വയനാട് സർക്കാർ ചെയ്തിട്ടുള്ള ടൗൺഷിപ്പിലേക്കും ഡോർസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. ഹവായ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ്ലെസ് ആയിട്ടാണ് നമ്മൾ ഡോർസ് സപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ. നമ്മളൊരു 10 ലക്ഷം രൂപേന്റെ ഡോസ് അല്ലാതെ സ്പോൺസർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ FRP ഡോർ. ഇതാണ് FRP ഡോർ. നമ്മൾ ഷോറൂമിൽ നിന്ന് കണ്ട പോലെ നല്ല സ്ട്രോങ് ഡോർ ആയിരിക്കും. 4.5 ഇഞ്ചിലായിരിക്കും നമ്മൾ ഇതിന്റെ കട്ടില വരിക. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബോട്ട് അതേപോലെ കപ്പലൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ്. സാധാരണ 14 ലോക്സിന്റെ പുറമെ എക്സ്ട്രാ ഒരു മൗണ്ട് ലോക്ക്, ഇത് ഹവായുടെ പ്രൊഡക്ട്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മൗണ്ട് ലോക്ക് ഒന്നുകൂടെ സെക്യൂർ ആക്കും ഡോറിനെ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് വാട്ടർ പ്രൂഫ് ആണ്, എക്സ്പാൻഷന്റെ പ്രോബ്ലം വരുന്നില്ല, ടെർമൈറ്റ് പ്രൂഫ് ആണ്. ഇതാണ് കേട്ടോ നമ്മുടെ മുസ്ലിം ലീഗ് ചെയ്തു കൊടുത്തിട്ടുള്ള ടൗൺഷിപ്പ്. നല്ല മനോഹരമായിട്ടുണ്ട്. ഒരു വഴിക്ക് ഇരുവശവും അഭിമുഖമായിട്ട് നിൽക്കുന്ന കുറേ അധികം വീടുകൾ നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലുക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഹോം ടൂർ വീഡിയോ ചെയ്യാൻ പോകുന്നു. അപ്പം IUMLന്റെ ഇവിടുത്തെ ഈ ടൗൺഷിപ്പിലേക്കും നമ്മുടെ വയനാട് സർക്കാർ ചെയ്തിട്ടുള്ള ടൗൺഷിപ്പിലേക്കും ഡോർസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. നമ്മൾ 10 വർഷത്തോളം വാറണ്ടി കൊടുക്കുന്ന ഒരു ഡോറിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാത്റൂമിലേക്കുള്ള ഡോറിന് 10 വർഷം വാറണ്ടി ഏതെങ്കിലും ബിൽഡർ കൊടുക്കുമോ? നമ്മൾ കൊടുക്കുന്ന ഈ ഡോറിനടക്കം 10 വർഷം വാറണ്ടി. ഈ ബെഡ്റൂമിന്റെ ഡോറിന് 5 വർഷം വാറണ്ടി ഉള്ളതാണ്. അത് ഏത് ഡോറാണ് 10 വർഷം വാറണ്ടി കൊടുക്കുന്നത്? അത് പ്രത്യേകിച്ച് ടോയ്ലറ്റ് ഡോറുകൾ. അതൊക്കെ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് കുറേ ആളുകൾ സംശയമായിരുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് ചെയ്തിട്ടുള്ളത് ഹവായ് സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലേ? അതെ. നമസ്കാരം. ഇപ്പൊ നമ്മൾ ഈ 2 പ്രോജക്റ്റ് ചെയ്യാനും ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇവിടെ ഉപയോഗിച്ച എല്ലാ പ്രൊഡക്ട്സും 2 പ്രോജക്റ്റിൽ ഉപയോഗിച്ച എല്ലാ പ്രൊഡക്ട്സും നല്ല ബ്രാൻഡ് പ്രൊഡക്റ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ഭാഗവാക്കാവാൻ ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിനും ഹവായ് FRPക്കും സാധിച്ചു. FRP ആണ് നമ്മളോട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ ഷാഹിദ് ബ്രോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ CEO ആണല്ലേ? അതെ. ഇപ്പം ഇത്തരം വീടുകളൊക്കെ ഒരുപാട് ആളുകളുടെ സംഭാവനകളോടിട്ടാണ് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഹവായ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ്ലെസ് ആയിട്ടാണ് നമ്മൾ ഡോർസ് സപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മൾ ആക്ച്വൽ കോസ്റ്റ് മാത്രമേ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾക്ക് വാങ്ങിയിട്ടുള്ളൂ. അതിന് മെയിൻ കാരണം മുണ്ടക്കൈ നമ്മുടെ മനസ്സിൽ ഇന്നും നോവ് മാറാത്തൊരു നിയറായിട്ട് ഇപ്പോഴും നിലവിലുണ്ട്. നമ്മളൊരു 10 ലക്ഷം രൂപേന്റെ ഡോസ് അല്ലാതെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതിന്റെ പുറമെ ഈ 2 പ്രൊജക്ട്സിൽ നമുക്ക് കോസ്റ്റ് ലെസ് ആയിട്ട് നമുക്ക് ആക്ച്വൽ കോസ്റ്റിന് പ്രോഫിറ്റ് ഇല്ലാതെ ഈ ഒരു പ്രൊജക്റ്റിനും കൂടെ നമുക്ക് ഭാഗവാക്കാവാൻ സാധിച്ചു. ഗ്രേറ്റ്, അടിപൊളി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീടൊന്ന് കാണാം. ചെറിയൊരു ഹോം ടൂർ ആണ് നമ്മൾ ചെയ്യുന്നത്. 7.5 സെന്റിൽ 1060 സ്ക്വയർ ഫീറ്റ് ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. 3 ബെഡ്റൂം ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ലാൻഡ്സ്കേപ്പ് വന്നിട്ടുണ്ട്. അപ്പം വലിയൊരു റോഡ് ഫേസ് ടു ഫേസ് ആയിട്ടാണ് വീടുകൾ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് സ്പേസ് വരുന്നത് അല്ലേ? അതെ. യെസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. വീടിന്റെ ഡിസൈൻ മൊത്തത്തിൽ കാണാം, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ വീടിന്റെ ഉള്ളിലേക്ക് കയറാം അല്ലേ? കമൗണ്ട് പരിപാടി വാ. അപ്പോൾ നമ്മൾ കയറി. ഒരിക്കലും ഒരു കമ്പാരിസൺ വീഡിയോ ഒന്നുമല്ല കേട്ടോ. 2 കൂട്ടരും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള വീടുകളാണുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്തൊരു മത്സര ബുദ്ധിയോ കമ്പാരിസൺ ഒന്നും കാണുന്നില്ല. അപ്പം ഈ വീട് നമുക്ക് കാണാം. കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ് ആണുള്ളത്. ലിവിങ് സ്പേസ് ഇഷ്ടംപോലെ വെന്റിലേഷൻ സ്പേസുകൾ അവിടെ ഇവിടെ വന്നിട്ടുണ്ട്. മുൻപിലും ബാക്കിലും സ്ലൈഡിങ് വിൻഡോസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇത് നല്ല വയലും ഒക്കെയുള്ള ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. 1060 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് 3 ബെഡ്റൂം ആണുള്ളത്. 1 അറ്റാച്ച്ഡ് ആണ്. 2 ബെഡ്റൂമുകൾക്ക് ഒരു വാഷ്റൂം കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കിച്ചൺ വന്നിട്ടുണ്ട്. ഒരു സിറ്റ് ഔട്ട് വന്നിട്ടുണ്ട്. വലിയ ഹാള്. അപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂം ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെന്റിലേഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ബെഡ്റൂം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിലൊരു അറ്റാച്ച്ഡ് വരുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ഒരു ബെഡ്റൂമാണ്, അതായത് മെയിൻ ബെഡ്റൂം. 2-3 വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. സച്ചിൻ ഭായ് FRP കൊടുത്തത് നമ്മൾ തന്നെയാണ്. ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് നമ്മുടെ സൂപ്പർ പ്രോഡക്റ്റ് ആണ്. ഇവിടെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മുണ്ടക്കൈയുടെ 2 പ്രോജക്റ്റിലും പങ്കാളിയാവാൻ, IUMLന്റെ പ്രോജക്റ്റ് ആണെങ്കിലും കേരള സർക്കാരിന്റെ പ്രോജക്റ്റ് ആണെങ്കിലും. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റീൽ ഡോർസ് ചെയ്യുന്നുണ്ട്, അലൂമിനിയം ഡോർസ് ചെയ്യുന്നുണ്ട്, FRP ഡോറും ചെയ്യുന്നുണ്ട്. നമ്മൾ ഓപ്പണിംഗ് സൊല്യൂഷൻസിനുള്ള എല്ലാ സൊല്യൂഷൻസും നമ്മുടെ ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ വീടിന് ഒരു ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ്, ഭാവിയിൽ വേണമെങ്കിൽ ഒരു ചെറിയ ഗാർഡൻ ഒക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ സ്പേസ് ആക്കാൻ പറ്റിയുള്ള ഒരു സ്പോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കിച്ചൺ ഇങ്ങനെ എഡ്ജിലാണ് വന്നിരിക്കുന്നത്. കൊള്ളാം, വിസ്താരമുള്ള ഒരു കിച്ചണാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളൊക്കെ ഭാവിയിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ അടിയിലൊക്കെ ആണെങ്കിലും ക്യാബിനറ്റുകൾ സെറ്റ് ചെയ്താൽ ഭംഗിയായിരിക്കും. ഒരു വർക്ക് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. 2 പ്രൊജക്റ്റുകളും
ഏറ്റവും വൃത്തിക്ക് ഏറ്റവും നമുക്ക് തോന്നുന്നില്ല ഒരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കണം അല്ലേ? സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന ഒരു വീട്, നല്ല കാമാൻ കോയറ്റായിട്ട് നിൽക്കാൻ പറ്റിയ 7 സെന്റ് ആണെങ്കിലും നല്ല കാമാൻ കോയറ്റായിട്ട് നിൽക്കാൻ പറ്റിയ നല്ലൊരു വീട്. അതിന് വിട്ടുവീഴ്ചകളൊന്നുമില്ല, ഏറ്റവും അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യാവുന്ന തട്ടിക്കൂട്ട് പരിപാടികളൊന്നുമില്ല, പെർഫെക്റ്റ് വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വയനാട് കൽപ്പറ്റ ബൈപ്പാസിലാണ്. ഗവൺമെന്റിന്റെ ടൗൺഷിപ്പ് പ്രോജക്റ്റിലാണ്. നമ്മൾ ഓൾറെഡി ഒരു ഹോം ടൂർ വീഡിയോ വിശദമായിട്ട് ഈ പ്രോജക്റ്റിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളൊരു കാര്യം ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 10 വർഷം വാറണ്ടിയുള്ള ടോയ്ലറ്റ് ഡോർ. ഇത് നാസർക്ക നമ്മുടെ GM ആണ്, ഹവായ് FRPയുടെ 410 വീടുകളാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശേഷം അതിനോടനുബന്ധിച്ചുള്ള സ്കൂളുകളും അംഗനവാടികളും ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ പ്രൊജക്ട്സിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സെയിം ആണ്, നമ്മുടെ FRP ഡോർ തന്നെയാണ്. അതെ അതെ, നല്ല വീടിന്റെ ഉള്ളിൽ കയറാം. ഇതാണ് നമ്മുടെ FRP ഡോർ. ഇതാണ് FRP ഡോർ. നമ്മൾ ഷോറൂമിൽ നിന്ന് കണ്ട പോലെ നല്ല സ്ട്രോങ് ഡോർ ആയിരിക്കും. ഇതിന് 10 വർഷം വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 20-30 വർഷത്തിലധികം നിലനിൽക്കാൻ വേണ്ടി തന്നെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇത് വാട്ടർ പ്രൂഫാണ്, എക്സ്പാൻഷൻ്റെ പ്രോബ്ലം വരുന്നില്ല, ടെർമൈറ്റ് പ്രൂഫാണ്. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഉണ്ടാക്കിയത്. ഇതേപോലെ ഫൈബർ ഗ്ലാസിൻ്റെ ലെയർ കൂട്ടിയിട്ട് നല്ല ലെയറിൽ കൂട്ടിയിട്ട് നമ്മൾ ഒരു പ്രൊജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ കൊണ്ടുവന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ബാത്റൂം ഡോറ്. സോ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാനോ ഈ പ്രൊജക്റ്റിലേക്ക് നമ്മൾ ഹവായിന്റെ തന്നെ ഒരു FRP ഡോർ സപ്ലൈ ചെയ്യാനും കഴിഞ്ഞാൽ നമ്മൾ ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസ് പ്രൗഡാണ്. തീർച്ചയായിട്ടും. സാധാരണ ടോയ്ലറ്റ് ഡോറിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിൽ ഭാഗത്തൊക്കെ ഉണ്ടാവുന്നത് ജസ്റ്റ് സിമ്പിൾ ലോക്ക് സിസ്റ്റം ആയിരിക്കും. അതുപോലെ താഴ്ഭാഗത്ത് വാട്ടർ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊന്നും ഇതൊന്നും ബാധിക്കുന്നില്ല, ഒന്നും ബാധിക്കുന്നില്ല. പിന്നെ നമ്മൾ വാറണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് മീനങ്ങാടി ഷോറൂം ഉണ്ട്, നമ്മുടെ ടെക്നീഷ്യൻ അവിടെ നിന്നായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ആയാലും നമുക്ക് എല്ലാ ജില്ലകളിലും നമുക്ക് ഷോറൂമുകൾ ഉള്ളതുകൊണ്ട് വാറണ്ടി എത്രയും പെട്ടെന്ന് നമുക്ക് അതിന് സൊല്യൂഷൻ കൊടുക്കാനും കഴിയും. സർവീസ് അധികം വരില്ല ഇതിനൊന്നും, വന്നാൽ തന്നെ നിമിഷങ്ങൾക്കകം നമുക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനും പറ്റും. ഈ ഡോർ മാത്രമല്ല, ഇവിടെ ഈ വീട് ചെയ്തിരിക്കുന്ന എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 2020 അവസാനത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയത്. 5 വർഷം എന്ന് പറയാം. 5 വർഷത്തിനുള്ളിൽ 35 ഷോറൂമുകൾ നമ്മൾ ഓപ്പൺ ചെയ്തു. 10 ഷോറൂം ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. സൗത്ത് ഇന്ത്യയിലുടനീളം 250 ഷോറൂം ബൈ ദ എൻഡ് ഓഫ് 2030 എന്ന ഒരു ലക്ഷ്യവുമായിട്ട് 5000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക, 10-ലധികം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകൾ തുടങ്ങുക എന്നുള്ളൊരു ലക്ഷ്യവുമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹവായ് ഡോർസിന്റെ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട് മുക്കത്തെ ഷോറൂമിലാണ് എത്തിയിട്ടുള്ളത്, ഹവായുടെ അല്ലേ? കാണുന്ന FRP ഡോർസുകൾ ഫൈബർ ഡോർസ്. ഇതാണ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്ത് 10 വർഷം വാറണ്ടി എന്ന് പറഞ്ഞ FRP ഡോർ. നമുക്ക് സിറ്റ്പറ്റ് ISO സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള നമ്മുടെ ഡോറുകളാണ്. ഇതിൽ FRPയിൽ നമുക്ക് റൂം ഡോഴ്സിലും ബാത്റൂം ഡോഴ്സിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ റൂം ഡോഴ്സിലുള്ള ഒരു മോഡലാണ്. റൂം ഡോഴ്സിലാവുമ്പോൾ നമുക്ക് 4.5 ഇഞ്ചിലായിരിക്കും നമ്മൾ ഇതിൻ്റെ കട്ടില വരിക. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബോട്ട് അതേപോലെ കപ്പലൊക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫൈബർ ഗ്ലാസിന്റെ ലേയേഴ്സ് അടുക്കി വെച്ച് 3 ലെയറുകളാക്കി അടക്കി വെച്ചുണ്ടാക്കുന്ന, പിന്നെ അതേപോലെ ജെൽ കോട്ട് തുടങ്ങിയ മെറ്റീരിയലുകൾ നോർമൽ ബോട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ടെർമൈറ്റ് പ്രൂഫ്, അതേപോലെ വാട്ടർ, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതിനുണ്ടാവില്ല. അപ്പം 10 വർഷം വാറണ്ടി കൊടുത്താലും 20-30 വർഷമൊക്കെ ഈ ഡോർ ഇതേപോലെ എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. റൂം ഡോർ നമ്മൾ 35 mm തിക്നെസ്സിൽ 35-ലും 30-ലും ഒക്കെ 30-ൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 35-ലാണ് ഹെവി ഡോർ. 4.5 ഇഞ്ച് കട്ടിലിന് വരും. ഇതൊക്കെ ആ ഒരു ടൈപ്പാണ്. ഈ ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ 30 mm വരുന്നത്. ഈ കാണുന്നതൊക്കെ നമ്മളെ നോർമൽ ബാത്റൂം ഡോറുകളാണ്. ഒരു 7 രൂപ മുതൽ FRPന്റെ ബാത്റൂം ഡോറുകൾ ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ, നമ്മുടെ നേരിട്ടുള്ള ഷോറൂമിൽ, നമ്മുടെ സ്വന്തം ഷോറൂമിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് കൊടുക്കുന്ന പ്രൊഡക്ട്സുകളാണ്. നമുക്ക് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുക എന്നുള്ള, കസ്റ്റമേഴ്സിന് ഒരു വാല്യൂ കൊടുക്കുക, ട്രസ്റ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് സംവിധാനം കൊണ്ടുവന്നത്. ഒരു എക്സ്ക്ലൂസിവിറ്റി കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. അതെ അതെ അതെ. ലാഭം മാത്രമാണ് നമ്മൾ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഡീലേഴ്സ് ത്രൂ പോകുന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. ഇവിടെ നമ്മൾ ലാഭമല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് മെല്ലെ മെല്ലെ ഓരോ ഷോറൂമുകൾ ഇട്ടുപോയിട്ട് ഒരു സസ്റ്റൈനബിൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. സ്റ്റീൽ ഡോർ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ സ്റ്റീൽ ഡോറ്, അലുമിനിയം ഡോറ്, FRP ഡോറ്, സിസ്റ്റം വിൻഡോസ്, UPVC വിൻഡോസ്, ഇങ്ങനെ മരം അല്ലാത്ത എല്ലാത്തിനുള്ള സൊല്യൂഷൻസ് ഇന്ന് ഹവായ് ഡോർസ് ആൻഡ് വിൻഡോസിലുണ്ട്. സാധാരണ വിൻഡോസിൽ കളർ എന്ന് പറയുമ്പോൾ പെയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ഇത് നമുക്ക് പൗഡർ കോട്ടിംഗ് ആണ്.
എല്ലാ കളേഴ്സിലും സിംഗിൾ കളേഴ്സിലായിട്ടുള്ള എല്ലാ മേജർ ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ബ്രൗണിലാണെങ്കിലും ഒക്കെ നമുക്ക് പൗഡർ കോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ തന്നെ നമുക്ക് സ്റ്റീൽ ഡോറിൽ കാണുന്ന പോലെ എല്ലാ ടെക്സ്ചറിലും നമുക്ക് വുഡനിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഒരു മഹാഗണി ടൈപ്പ് റെഡിഷ് വീട്ടി കളറിൽ ഇത് അതേപോലത്തെ ടെക്സ്ചറിലാണ് നമ്മൾ ഇത് ചെയ്തത്. പ്യുവർ വുഡൻ ഫീലാണ് വരുന്നത്. പ്യുവർ വുഡൻ ഫീലാണ് വരുന്നത്. ഇത് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ മാത്രമേ പ്യുവർ വുഡൻ ടെക്സ്ചറിൽ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിന്റെ ടെക്സ്ചർ പേപ്പർ നമ്മൾ വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഷാഹിദ് ബ്രോ, ഹവായ് തന്നെയാണ് എല്ലാ ഷോറൂമും ഡയറക്റ്റ് നടത്തുന്നത്, ഡീലേഴ്സ് അല്ല എന്ന് പറഞ്ഞു. ഡീലേഴ്സ് ഇല്ല, ബിസിനസ് ടു കൺസ്യൂമർ ആണ്, കമ്പനി നേരിട്ട് ഡയറക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് കസ്റ്റമറുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. പ്രോബ്ലം സൊല്യൂഷൻസ് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. തീർച്ചയായും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന ഗുണം എന്താണ്? 2020 ആദ്യ ഷോറൂം കോഴിക്കോട് നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ കസ്റ്റമേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അക്സെപ്റ്റൻസ് കൂടി, എടുക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. കാരണം നേരിട്ട് കമ്പനി ഷോറൂമിൽ നിന്നാണ് എടുക്കുന്നത്. മാത്രമല്ല കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും നേരിട്ടാണ് എടുക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സ്ക്ലൂസിവിറ്റി കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ്, ഈ 5 വർഷ കാലയളവിൽ 1 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ കസ്റ്റമേഴ്സിനെയും നമുക്കറിയാം, കമ്പനിക്ക് നേരിട്ടറിയാം. അതിന് 10 വർഷം കഴിഞ്ഞാലും 15 വർഷം കഴിഞ്ഞാലും കമ്പനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് എക്സ്ക്ലൂസിവിറ്റിൻ്റെ ഏറ്റവും മെയിൻ തിങ്. അതേപോലെ ഡീലർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ മാർജിൻ നമുക്ക് ക്വാളിറ്റിക്ക് ഉപയോഗിക്കുകയാണ്. ഹവായിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് കിട്ടുന്ന 4 ഗുണങ്ങൾ: 1 എക്സ്ക്ലൂസിവിറ്റിയാണ്, 2 ക്വാളിറ്റിയാണ്, 3 സർവീസാണ്. പിന്നെ നമ്മൾ ഓരോ മാസവും ഓരോ ഡിസൈൻസ് സ്റ്റീൽ ഡോറിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ 50-ലധികം ഡിസൈൻസ്, ഓരോ മെറ്റീരിയലും കസ്റ്റമേഴ്സിന് ചോയ്സും കൂടെ കിട്ടുമെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഡോറിന്റെ സൈസും ഹൈറ്റും, ഇവിടെ നമുക്ക് ഒരു 8 അടി ഹൈറ്റ് ഉള്ള ഒരു വലിയ ഡോർ വെച്ചിട്ടുണ്ട്. വലിയൊരു വീടിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡോറാണ്. നമുക്ക് എത്ര ഹൈറ്റ് വരെ ചെയ്യാൻ പറ്റും? നോർമൽ കോമൺ ഇപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു 70% കസ്റ്റമേഴ്സും ഈ ഫ്രണ്ട് ഡോറൊക്കെ ഒരു 7 അടി വീതിയിലാണ് ചെയ്യാറ്. ദാറ്റ് മീൻസ് ഒരു 210. അപ്പോൾ നമ്മളും 70% ചെയ്യുന്നത് ഒരു 210. അതിൽ തന്നെ ഒരു 40-50 മോഡലുകൾ ഉണ്ട്. ഈ കാണുന്ന മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ ഹവായുടെ തന്നെ 8 അടി വീതിയിലുള്ള ഒരു മോഡലാണ്, റെഡി അവൈലബിൾ മോഡലാണ്. ഇതിൽ ഇപ്പോൾ 120-ന്റെ 50-50 ആണ്. ഇതിൽ മദർ ആൻഡ് സൺ ഓപ്ഷൻ വേണമെങ്കിൽ അതിൽ കൊടുക്കാൻ പറ്റും. ഇത് 8 അടി ആസ് ഓഫ് നൗ റെഡി സ്റ്റോക്കിൽ 8 അടിയിൽ നമുക്ക് 4-5 മോഡൽസ് അവൈലബിൾ ആണ്. ബാക്കിയുള്ളത് കസ്റ്റമൈസേഷൻ ആണ്. നമുക്കൊരു 90 ഡേയ്സ് വേസ്റ്റ് ഒരു 90 ഡേയ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 10 അടിയിലും 11 അടിയിലും ഒക്കെ എല്ലാ ഡോസും നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകത ഹവായിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ. ഓക്കെ, അത്രയും ഹൈറ്റ് പോകുമ്പോൾ തന്നെ വീതി എത്രത്തോളം പോകുന്നുള്ള സംശയം കൂടെ ഉണ്ട്. അതെ അതെ, ഇതിപ്പോ നല്ല വീതിയുള്ള ഒരു ഡോറാണ് അല്ലേ? ഇതിപ്പോ 6 അടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കുറെ ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒരു വലിയൊരു പാരിഷ് ഹാള്, അതേപോലെ അങ്ങനത്തെ പ്രൊജക്ട്സുകളൊക്കെ ചെയ്യുമ്പോൾ ഇതിനേക്കാളും നീളം വേണം. അപ്പൊ അത് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുക്കും. ആസ് ഓഫ് നൗ 180 സെന്റിമീറ്റർ 6 അടി വരെ ഉള്ളത്. ഇതിപ്പോ ഒരു സ്ലൈഡിങ് ഫോൾഡിംഗ് ആണ്, നമുക്ക് സ്ലൈഡ് ചെയ്യാം, അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു മോഡലാണ് ഇത്. അപ്പോൾ 6 അടിയിൽ റെഡിലി അവൈലബിൾ ആണ്, 180 സെന്റിമീറ്റർ. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കസ്റ്റമൈസിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ അതൊരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റിലേക്ക് നമുക്ക് ഇത്തരം ഡോറുകൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും പല സൈസിൽ. അതെ, നമുക്ക് പാരിഷ് ഹാൾസ്, അതേപോലത്തെ വലിയ ഓഡിറ്റോറിയം, കൺവെൻഷൻ സെന്റേഴ്സ്, ഇതിനൊക്കെ നമുക്ക് വലിയ വീതിയും ഹൈറ്റും ഉള്ള ഡോസുകൾ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നു. ഹവായിന്റെ തന്നെ സ്മാർട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും കമ്പനീന്റെ ഓൺ പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ലോക്കുകളാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്ത് ആര് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് ക്ലിയർ വിഷൻ കിട്ടും. ഇത് കണ്ടില്ലേ, ഇത് ഈ ക്യാമറ നമുക്ക് ഹാൻഡിൽസിൽ തന്നെയാണ് വരുന്നത്, ഡയറക്റ്റ് ഹാൻഡിലാണ് ക്യാമറ വരുന്നത്. സോ ഇത് എലിഗന്റ് ആയിട്ടുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സും ഉണ്ട്. അല്ലാതെ ഏത് ഡോറ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്മാർട്ട് ലോക്സുകൾ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഓൺ പ്രൊഡക്ട്സ് വിത്ത് വാറണ്ടിയോട് കൂടി നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്ന ലോക്സിന് പുറമെ കസ്റ്റമേഴ്സിന് ആന്റീക്ക് ആയിട്ടുള്ള ലോക്ക് സെറ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആന്റീക്സ് ആയിട്ടുള്ള ലോക്ക് സെറ്റുകൾ, അതേപോലെ സ്ക്വയർ നോബ്സുകൾ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബാർ ഹാൻഡിൽസുകൾ, ഇപ്പൊ ഈ ഒരു ഡോർ എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഒരു ചെറിയ ബാർ ഹാൻഡിലാണ്. പിന്നെ നമുക്ക് കുറച്ച് അപ്പുറം ഫ്രണ്ടിലൊക്കെ ഉള്ള ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വലിയ ബാർ ഹാൻഡിൽ ഉണ്ടാവും. ഇതിലൊരു ബ്ലാക്ക് ആയിട്ടുള്ള ബാർ ഹാൻഡിൽസ് ഉണ്ടാവും. ഇതൊക്കെ കസ്റ്റമർക്ക് ഓപ്ഷൻസ്, എലിഗൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മുടെ ലോക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹവായി സാധാരണ പണ്ട് സ്റ്റീൽ ഡോർ ഇറങ്ങിയ സമയത്തൊക്കെ പ്രത്യേകതകൾ കൂടുതൽ ലോക്സ് എന്നുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പൊ നമ്മുടേത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ 14 ലോക്സിന്റെ പുറമെ എക്സ്ട്രാ ഒരു മൗണ്ട് ലോക്ക്, ഇത് ഹവായുടെ പ്രൊഡക്ട്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മൗണ്ട് ലോക്ക് ഒന്നുകൂടെ സെക്യൂർ ആക്കും ഡോറിന്. നമ്മൾ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ സ്റ്റീൽ ഡോർ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഭംഗി, പിന്നെ ഇതിന്റെ ലോങ്ങവിറ്റി ഒക്കെയാണ്. അപ്പൊ ഈ എക്സ്ട്രാ ഒരു മൗണ്ട് ലോക്ക് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു റാഡിൽ സ്ഥിതി ചെയ്യുന്നതാണ്. സോ കള്ളന്മാർക്ക് അങ്ങനെ പെട്ടെന്ന് പൊട്ടിച്ച്
ഉള്ളിൽ കയറാൻ പറ്റില്ല. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ മെറ്റീരിയൽസും ഹാൻഡിൽസ് ആയാലും ഹിഞ്ചസ് ആയാലും, ഇപ്പൊ ഹിഞ്ചസിന്റെ കാര്യം തന്നെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോർ ഇഞ്ചസ് തൂങ്ങുന്ന അടിയുന്നില്ല അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് സ്ക്രൂവിൽ അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫുൾ കവേർഡ് ഇഞ്ചസ് ആണ് നോർമൽ ഇതിന് വരെ വരുന്നത്. 98 സെന്റിമീറ്ററിന്റെ മുകളിലുള്ള എല്ലാത്തിനും 4 പ്രീമിയം ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഇതിന് ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇനി 100% നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അലുമിനിയം പ്രോഡക്ട്സും, ഈ ഡോറൊക്കെ അലുമിനിയാണ്. അലുമിനിയത്തിന്റെ ഒരു മൊബൈലിന്റെ തിക്നെസ് ഇല്ല, ഒരു മൊബൈൽ ഫോണിന്റെ തിക്നെസ് ഉണ്ടാവും ഇതിന്റെ ഷീറ്റിന്. ഇത് പ്രീമിയം സെഗ്മെന്റിലേക്ക് വരുന്നതാണ്. ഈ അലുമിനിയത്തിൽ നമുക്ക് ഒരു 1 lakh ഫ്രണ്ട് ഡോറൊക്കെ ആണെങ്കിൽ ഒരു 1 lakh മുതൽ നമ്മുടെ കയ്യിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റീൽ ഡോറിൽ 17,000 മുതൽ നമുക്ക് റൂം ഡോസിന്, സ്റ്റീൽ ഡോറിന് ഒരു ബഡ്ജറ്റ് ഡോർ വേണമെന്നുണ്ടെങ്കിൽ 17,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ 17,000 മുതൽ ഏകദേശം ഒരു ഇപ്പൊ റീസെന്റ് നമ്മളൊരു 14 ലക്ഷത്തിന്റെ പ്രൊജക്ട് ചെയ്തിരുന്നു. 20 ലക്ഷം വരെയുള്ള ഡോറുകൾ, ഇതിപ്പോ അലുമിനിയത്തിന്റെ തിക്നെസ് കൂടിയ ഫുള്ളി ഓട്ടോമേഷൻ ഡോസുകളൊക്കെ അത്രയ്ക്കും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു 20 lakh വരെ ബഡ്ജറ്റുള്ള ഡോസുകൾ ഹവായിൽ നിന്ന് കസ്റ്റമൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പണിതിട്ടുള്ള വീട് കാണണം നമ്മുടെ ആഗ്രഹമായിരുന്നു. അപ്പം എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു മെറ്റീരിയൽ കാണിക്കാൻ വന്നതിലൂടെ അങ്ങനെ അതും സാധ്യമായിട്ടുണ്ട്. അപ്പം ഹവായി ഇപ്പൊ ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സർക്കാർ സംവിധാനങ്ങളിൽ വരെ നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. യെസ്. അപ്പം എന്തായാലും ഹവായി സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. വീട് പണി ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് ഹവായി സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്. താങ്ക് യു.